ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ്സ് ഗോഡ് നിങ്ങൾക്ക് തരട്ടെ എന്നും ആശംസിക്കുകയാണ്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരു പേഴ്സൺ എനിക്കൊരു മെസ്സേജ് ചെയ്തു, പ്രാർത്ഥനയിൽ ക്യാൻഡിൽസ് ഉൾപ്പെടുത്തുന്നതിനെ പറ്റി, മെഴുകുതിരി കത്തിച്ച് വെച്ചുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെപ്പറ്റി ഒന്ന് പറയാമോ എന്നാണ് അയാൾ ചോദിച്ചത്. അതെല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒരു ക്ലാസ് ആട്ടോ ഇന്ന് നിങ്ങൾക്ക് തരുന്നത്. ഇപ്പോൾ ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പം നമ്മളൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചോ ഒരു ലൈറ്റ് കത്തിച്ച് വെച്ചോ പ്രാർത്ഥിക്കണമെന്നില്ല. അത് കത്തിച്ച് വെച്ചാൽ മാത്രമാണ് നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ നമ്മളുടെ അരികിൽ വരികയുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ മനസ്സ് ശാന്തമാക്കിയിരുന്ന് നല്ല നിഷ്കളങ്കമായ മനസ്സോടു കൂടിയിരുന്ന് പോസിറ്റീവായിട്ട് നമ്മളുടെ ഒരു കാര്യം നടക്കാൻ ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം നടക്കുമെന്നുള്ളതാണ്. പിന്നീട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. പകുതി പ്രാർത്ഥിച്ചിട്ട് ഇനി നടക്കില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കളയരുത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം മെഴുകുതിരി കത്തിക്കണമെന്നോ ഒരു ലൈറ്റ് ഒരു ചിരാത് കത്തിച്ച് വയ്ക്കണമെന്നോ ഒരു നിലവിളക്ക് കത്തിച്ച് വയ്ക്കണമോ എന്നൊന്നുമില്ല. പക്ഷേ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ആളുകളുണ്ട്. അത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെയാണെങ്കിലും മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്കത് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. ഞാൻ കത്തിച്ച് വയ്ക്കുന്നത് എപ്പോഴും ബ്ലൂ കളറിലുള്ള മെഴുകുതിരിയാണ് എനിക്കിഷ്ടം. കാരണം ആകാശത്തിൻ്റെ കളറ് ബ്ലൂ ആണല്ലോ. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ റൂമിൽ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. മെഴുകുതിരി കത്തിച്ച് വയ്ക്കുമ്പോഴുള്ള ഒരു ഗുണങ്ങളെ പറ്റിയും ഏതൊക്കെ മെഴുകുതിരികളാണ് കത്തിക്കേണ്ടതെന്നുള്ള ഒരു ചെറിയ ക്ലാസ്സാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. താല്പര്യമുള്ളവർ ആ ക്ലാസ് കേൾക്കുക. ഈ ബ്ലൂ ക്യാൻഡിലാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നീല കളറുള്ള മെഴുകുതിരി കത്തിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പുരാണ കാലം മുതലേ ആളുകൾ ബ്ലൂ ക്യാൻഡിൽസ് കത്തിക്കാറുണ്ട്. ഈ ബ്ലൂ ക്യാൻഡിൽസ് കത്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അധികാരം, ഒരു പവർ നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അതുപോലെ പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം ലഭിക്കാൻ, അതുപോലെ നമുക്ക് നല്ല ധൈര്യം വരാൻ, കറേജ് ലഭിക്കാൻ, അതുപോലെ സ്ട്രെങ്ത് കിട്ടുക, പിന്നെ നമ്മളുടെ ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മളുടെ ഫെയ്ത്തിനെ, നമ്മളുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി, ഇങ്ങനെയെല്ലാം തന്നെ ബ്ലൂ ക്യാൻഡിൽസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. ഈ ബ്ലൂ ക്യാൻഡിൽസ് കത്തിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ നമ്മളുടെ മേൽ ദൈവത്തിനുള്ള സ്പെഷ്യൽ പർപ്പസസ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാനാണ് ബ്ലൂ ക്യാൻഡിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതായത് ഡിസ്കവറിങ് ഗോഡ്സ് പർപ്പസ് ഇൻ അവർ ലൈഫ്. നമ്മളുടെ ജീവിതത്തിൽ ഗോഡിൻ്റെ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലൂ ക്യാൻഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മളുടെ ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി കൂടുതൽ കഠിനാധ്വാനം ചെയ്യാനുള്ള ആരോഗ്യം ലഭിക്കാനും മനസ്സിന് ധൈര്യം കിട്ടാനും ആ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന് നമ്മളിലുള്ള പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാനും ആ പർപ്പസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദൈവത്തോട് അത് ഫുൾഫിൽമെൻറ്റിലേക്ക് എത്താൻ ധൈര്യപൂർവ്വം പ്രാർത്ഥിക്കാനാണ് നമ്മൾ എപ്പോഴും ബ്ലൂ ക്യാൻഡിൽസ് ഉപയോഗിക്കുന്നത്. ഈ ബ്ലൂ ക്യാൻഡിൽസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ ലഭിക്കും, കറേജ്, സ്ട്രെങ്ത്, നമ്മുടെ ഫെയ്ത്ത് വർദ്ധിക്കും. ഇതൊക്കെയാണ് നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ ബ്ലാക്ക് കളർ, കറുപ്പ് കളറിലുള്ള മെഴുകുതിരിയും വൈറ്റ് കളറുള്ള മെഴുകുതിരിയും കത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കൂടുതൽ ആളുകളും കത്തിക്കുന്നത് വൈറ്റ് കളറുള്ള മെഴുകുതിരിയാണ്. ഇവിടെ ബ്ലാക്കും വൈറ്റും മെഴുകുതിരി കത്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യമെന്ന് കണക്കാക്കുന്നത്, നമ്മൾക്ക് ചുറ്റും ഒരു സ്പേസ് ഉണ്ടല്ലോ, നമ്മൾ ജീവിക്കുന്ന ചുറ്റും ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ നിന്ന് നമ്മൾക്കൊരു പ്രൊട്ടക്ഷനും നമുക്കൊരു ബാരിയർ, ഒരു അതിർത്തിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെഴുകുതിരികൾ എപ്പോഴും കത്തിക്കുന്നത്. ഇനി അതുപോലെ നമ്മൾ ഗ്രീൻ കളർ മെഴുകുതിരി കത്തിക്കാറുണ്ട്. പുരാണ കാലം തൊട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗ്രീൻ കളറുള്ള മെഴുകുതിരിയാണ്. ഈ ഗ്രീൻ കളറുള്ള മെഴുകുതിരി കത്തിക്കുന്നത് എപ്പോഴും നമ്മൾക്ക് വെൽത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. വെൽത്ത് ലഭിക്കാനും ഫിനാൻഷ്യൽ സ്ട്രെങ്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് ഗ്രീൻ കളറുള്ള മെഴുകുതിരി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റെഡ് കളറുള്ള ക്യാൻഡിൽസ് ഉണ്ട്.
ഈ റെഡ് കളറുള്ള ക്യാൻഡിൽസ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു സ്നേഹബന്ധമുണ്ട്, ഒരു പ്രണയമുണ്ട് എങ്കിൽ ആ പ്രണയം സക്സസ് ആവാനും നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നമ്മളിലേക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനുമാണ് റെഡ് കളറുള്ള മെഴുകുതിരി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഏത് മെഴുകുതിരികൾ കത്തിച്ചാലും നമ്മുടെ പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം.